നമ്മുടെ തലച്ചോറും നമ്മുടെ ബുദ്ധിയും നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതുണ്ടോ? എന്നാൽ നമ്മുടെ തലച്ചോറിനും ബുദ്ധിക്കും ഹാനികരമാവുന്ന ചില കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട്. ആദ്യത്തേത് ഉറക്കത്തിൻ്റെ കുറവാണ്. നമുക്ക് ഉറക്കമില്ലെങ്കിൽ എന്താവുമെന്നറിയോ? നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ബ്രെയിൻ സെൽസിനെ അത് ഡാമേജ് ആക്കുകയും അവിടെ ഒരുപാട് ടോക്സിൻസ് അക്യുമുലേറ്റ് ചെയ്യും. അങ്ങനെ നമ്മുടെ മസ്തിഷ്കത്തിന് നമ്മുടെ ഓർമ്മശക്തിയൊക്കെ കുറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. പുതിയ ഓർമ്മകൾ ഫോം ചെയ്യുന്നതിന് മുമ്പിലും പിന്നെ നമ്മളെ ബ്രെയിനിനെ റിപ്പയർ ചെയ്യുന്നതിന് മുമ്പിലും ഈ ഉറക്കക്കുറവ് ഒരു തടസ്സമായി നിൽക്കും. രണ്ടാമതായി നമ്മൾ ബ്രെയിനോട് ചെയ്യുന്നൊരു ക്രൂരത എന്ന് പറഞ്ഞാൽ അതിനെ പട്ടിണിക്കിടുക എന്നുള്ളതാണ്. എക്സസീവായിട്ടുള്ള ഒരുപാട് ഡയറ്റുകൾ ഇതൊക്കെ ഫോളോ ചെയ്തിട്ട് നമ്മളെ ബ്രെയിനിന് വേണ്ട ന്യൂട്രിയൻസ് സപ്ലൈ ചെയ്യാത്തൊരു സാഹചര്യത്തിൽ അതും എന്താക്കും? ബ്രെയിനിൻ്റെ ശേഷി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. നമ്മുടെ തലച്ചോറിനെ സംബന്ധിച്ചിടത്തോളം അതിന് ഓരോ നിമിഷവും പ്രവർത്തിക്കണമെങ്കിൽ ഷുഗർ കിട്ടിക്കൊണ്ടിരിക്കണം. അപ്പോൾ തീരെ ഷുഗർ അങ്ങോട്ട് ഇടാതെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ വരും. പിന്നെ അധികമായിട്ടുള്ള സ്മാർട്ട് ഫോൺ ഉപയോഗം, പിന്നെ ഒരുപാട് ഫുള്ളായിട്ട് നമ്മൾ ഗൂഗിളിലും ChatGPTയിലും തന്നെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവസാനം നമ്മളുടെ ബ്രെയിനിൻ്റെ സെർച്ചിങ് പവർ, ചിന്താശേഷി, ഓർമ്മശക്തി ഇല്ലാതാവും. ഇടയ്ക്ക് നമ്മൾ ഇതിനെക്കൊണ്ടും ഒന്ന് ചിന്തിപ്പിക്കാൻ സമയം എടുക്കണം. നമ്മൾ ടെക്നോളജിയൊക്കെ ഉപയോഗിക്കുമ്പോഴും നമ്മുടേതായ രീതിയിലേക്ക് ആ കാര്യങ്ങളെ പരിവർത്തനം ചെയ്യാൻ ChatGPTക്കും ഗൂഗിൾക്കും മേലെ നമ്മുടേതായ ഒരു കൺട്രോൾ നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. ഈ ബ്രെയിൻ പവർ നമ്മളതിന് ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അടുത്തതായിട്ട് നമ്മളെ ബ്രെയിനിനെ പോയ്സണിങ് ചെയ്യുന്നത് നമ്മൾ ഒഴിവാക്കാൻ വേണ്ടത്. ബ്രെയിനിന് കൊടുക്കുന്ന ഏറ്റവും വലിയൊരു പോയ്സൺ ആൽക്കഹോൾ തന്നെയാണ്. പിന്നെ പുകവലി, പിന്നെ അതുപോലത്തെ ഒരുപാട് ലഹരി വസ്തുക്കൾ, ഇതൊക്കെ ബ്രെയിനിനെ പോയ്സണാക്കുകയാണ്, വിഷമയമാക്കുകയാണ്. പിന്നെ ചില ഓർഗാനിക് സോൾവെൻറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, അസിറ്റോണൊക്കെ പോലത്തെ, ഇതും നമ്മളെ ബ്രെയിനിനെ നമ്മൾ എന്ത് ചെയ്യാണ്? വിഷമയമാക്കുകയാണ്. സ്ട്രെസ്സും ഡിപ്രഷനും നമുക്ക് അപകടം ഉണ്ടാക്കും. തുടർച്ചയായി നിൽക്കുന്ന ക്രോണിക് സ്ട്രെസ്സുകൾ നമ്മുടെ ശരീരത്തിൽ കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോൺ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുകയും അത് ബ്രെയിനിനെ എന്താക്കാൻ പറ്റും? ശ്രിങ്കേജ് ആക്കി അതിനെ ചുളിപ്പിച്ച് കളയും, അല്ലെങ്കിൽ അതിനെ ചുളിയിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്യും എന്നുള്ളതാണ്. എന്നാൽ പെട്ടെന്നുള്ളൊരു ഇമ്മീഡിയറ്റ് ഷോർട്ട് ടേം സ്ട്രെസ്സ് നമ്മൾക്കിതിന് നല്ലതാണ്. അത് പെട്ടെന്ന് നമ്മളൊരു ആക്ഷൻ എടുക്കാനൊക്കെ പ്രേരിപ്പിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് പെട്ടെന്നുണ്ടാകുന്നൊരു സ്ട്രെസ്സ് അത് നമ്മുടെ ബ്രെയിന് നല്ലതാണ്. വിഷാദവും നമ്മളെ ബ്രെയിൻ അപകടം ഉണ്ടാക്കുന്നതാണ്. തീർച്ചയായിട്ടും ഇതിലൊക്കെ ഏതെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നമ്മൾ അലട്ടുന്നുണ്ടെങ്കിൽ എല്ലാത്തിനും സൊല്യൂഷൻ ഉണ്ടല്ലോ. ഇതുപോലെ അപകടം ഉണ്ടാക്കുന്നത് തിരിച്ചറിയൽ തന്നെയാണ് എൻ്റെ ഫസ്റ്റ് സൊല്യൂഷൻ. അത് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പരിഹരിക്കാൻ നമുക്ക് സാധ്യമാക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നോട്ട് ആക്ഷൻ എടുക്കാം. ഓക്കെ.